ഇന്നൊരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. കോവിഡിന് മുമ്പുള്ള കാലം രാത്രി ഏകദേശം 12 മണി ഞാൻ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഒരു 50 വയസ്സുള്ള ഒരു മനുഷ്യനെ പാമ്പ് കടിയേറ്റു എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ കിടത്തി അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു. കൂടെ വന്നയാൾ ഞങ്ങളതിനെ അടിച്ചു കൊന്ന പാമ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു കവർ തുറന്നു. നോക്കിയപ്പോൾ അനങ്ങാതെ കിടക്കുന്ന പാമ്പാണ്. അദ്ദേഹം അതിനെ അങ്ങ് താഴോട്ടങ്ങ് ഇട്ടു. പിന്നെ ഉള്ള പുകില് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഈ ഞാനൊക്കെ എവിടെ പോയെന്ന് എനിക്ക് പോലും അറിയില്ല. എൻ്റെ കൂടെയുള്ള സ്റ്റാഫൊക്കെ കട്ടിലിൻ്റെ പുറത്തോ എവിടേക്കോ ഞങ്ങൾ പോയി. ഇന്നും അത് ഓർക്കുമ്പോൾ തമാശയും ഒപ്പം ഭയവും ഉണ്ടാകുന്നുണ്ട്. ഇന്ന് നമുക്ക് പാമ്പ് വിഷബാധ അഥവാ സ്നേക്ക് എൻവെനമേഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ ഏകദേശം 70 തൊട്ട് 80% പാമ്പ് വിഷബാധവും നോൺ പോയ്സണസ് സ്നേക്സ് ആണ്. പിന്നെ ഒരു 2 തൊട്ട് 40% വരെ ഡ്രൈ ബൈറ്റ്സ്, വിഷമുള്ള പാമ്പ് കടിച്ചു പക്ഷെ വിഷം ഉള്ളിൽ ചെന്നില്ല. ഇന്ത്യയിലുള്ള വിഷമുള്ള സ്നേക്സിനെ നമുക്ക് ബിഗ് ഫോർ എന്നറിയപ്പെടും. ബിഗ് ഫോർ 4 എണ്ണം. അതിന് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം: ഹീമോടോക്സിക്, ന്യൂറോടോക്സിക്. ഹീമോടോക്സിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. ഇതിനകത്ത് പ്രധാനപ്പെട്ടും വൈപ്പേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് റസൽസ് വൈപ്പർ അഥവാ ചേനത്തണ്ടൻ. രണ്ടാമത്തത് സോസ്കെയിൽഡ് വൈപ്പർ അഥവാ ചുരുട്ടുമണ്ഡലി എന്ന് പറയും. ഇത് കൂടുതൽ രക്തത്തിന് നമുക്ക് ദോഷമുണ്ടാക്കും. ബ്ലീഡിങ് ഭയങ്കരമായിട്ട് ശരീരത്തിലെ ഏത് ഭാഗത്തും ബ്ലീഡ് ചെയ്യും. അൾട്ടിമേറ്റ്ലി കിഡ്നിക്ക് ഫെയിലിയർ ഉണ്ടാക്കുകയും ഡയാലിസിസ് വേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ന്യൂറോടോക്സിക്. ഇതിനകത്ത് ബേസിക്കലി കോബ്ര ഗ്രൂപ്പ് അഥവാ മൂർഖൻ, 2 ഗ്രേറ്റ് അഥവാ ശംഖുവരൻ. ഇവ നമ്മുടെ ഞരമ്പിനെയാണ് ബാധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. സ്വാഭാവികമായിട്ടും നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിച്ചിട്ട് നമുക്ക് ശ്വസനം എടുക്കാൻ പറ്റാതാവുകയും വെന്റിലേറ്ററിൻ്റെ ആവശ്യകത വേണ്ടി വരികയും ചെയ്യാറുണ്ട്. ഇനി ഒരാൾക്ക് പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്തുകൂടാ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഡൂസ് ആൻഡ് ഡോൺസ്. പരിഭ്രമിക്കരുത്, നടക്കരുത്, ഓടരുത്, ടെൻഷൻ അടിക്കരുത്. കാരണം ഇവ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂട്ടുകയും വിഷം സ്പ്രെഡ് ചെയ്യാൻ ഇടവരുത്തുകയും ചെയ്യും. രണ്ടാമത്, മുറിവിൻ്റെ മുകളിൽ വലിച്ചു കെട്ടുന്ന ഒരു ശീലമുണ്ട്. അമിത വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ടേക്കുള്ള രക്തോട്ടം കുറയും, അങ്ങോട്ടുള്ള അവയവത്തിന് ദോഷം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും വലിച്ചു മുറുക്കി കെട്ടാൻ പാടുള്ളതല്ല. മുറിവ് മുറിക്കാനോ അതിൽ നിന്ന് വിഷം ഞെക്കിക്കളയാനോ വലിച്ചെടുത്ത് കളയാനോ ശ്രമിക്കരുത്. വളരെ 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 തെറ്റാണ്. ഇനി പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യാം അഥവാ ഡൂസ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ധൈര്യമായിട്ടിരിക്കുക, സോപ്പ് വെള്ളത്തിലൊന്ന് കഴുകുക, ഒരു സ്പ്ലിൻറ്റ് അഥവാ ചെറിയ തടിക്കഷ്ണം വെച്ച് കെട്ടുക, അധികം മുറുക്കി കെട്ടരുത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. നിങ്ങൾ പാമ്പിനെ കൊണ്ടുവന്നാൽ അത് മാത്രം നോക്കിയല്ല ഡോക്ടർമാർ ചികിത്സ ചെയ്യുന്നത്. പിന്നെയോ രോഗലക്ഷണങ്ങൾ നോക്കിയും അനുബന്ധമായ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയുമാണ് ചികിത്സ ചെയ്യുന്നത്. ഇതിന് ഒരേ ഒരു മറുമരുന്ന് മാത്രമേ ലോകത്തുള്ളൂ. ആൻറ്റി സ്നേക്ക് വെനം, നമ്മൾ ASV എന്ന് പറയും. ഇന്ത്യയിലുള്ള ASVയിൽ ആദ്യം ഞാൻ പറഞ്ഞ 4 പ്രധാനപ്പെട്ട വിഷമുള്ള പാമ്പുകളില്ലേ ബിഗ് ഫോർ, ഇതിനെതിരായിട്ടുള്ള 4-നെതിരായിട്ടുള്ള വിഷത്തിനെതിരായിട്ടുള്ള മറുമരുന്നും ASVയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോ കൊണ്ടുവരാനോ പാമ്പിനെ തന്നെ കൊണ്ടുവരാനോ യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഇനി ഒരാൾക്ക് പാമ്പ് കടി ഏൽക്കാതിരിക്കട്ടെ, അഥവാ പാമ്പ് കടി ഏറ്റാലും യാതൊരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട, പക്ഷേ ജാഗ്രത വേണം. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് അധികം അനക്കാതെ ASV ഉള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു, നന്ദി, നമസ്കാരം.